ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അന്വേഷണം അട്ടിമറിക്കാൻ സിപിഎം ഗൂഢനീക്കം. SIT സംഘത്തിൽ സിപിഎം അനുകൂല സംഘടനയിലുള്ള ആളെ തിരികെ കയറ്റി. ഇൻസ്പെക്ടർ റാങ്കിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥൻ സിപിഎം അനുകൂല സംഘടനയിൽ ഉൾപ്പെട്ട ആളെന്ന് സ്ഥിരീകരണം. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം റൂറൽ മുൻ ജില്ലാ പ്രസിഡന്റാണ് ഈ ഉദ്യോഗസ്ഥൻ. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, നേരത്തെ തന്നെ ഈ വിഷയം ചർച്ചകളിൽ വന്നതാണ്. അതായത് ഇടത് നേതാക്കൾ അന്വേഷണ സംഘത്തിൽ കയറിപ്പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ മനഃപൂർവ്വം അത്തരത്തിലുള്ള ചില ഗൂഢനീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്ന ചർച്ചകൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിരീകരണം വരികയാണല്ലോ. രാഖി, ആദ്യഘട്ടം മുതൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുകളിൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു ശ്രമം അത് CPM-ൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ പല ഘട്ടങ്ങളിൽ ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ വൈകിപ്പിക്കുന്നതിൽ അന്വേഷണ സംഘം പോയതിന് പിന്നിലും പോലീസിൽ നിന്നും പാർട്ടിയിൽ നിന്നുമൊക്കെയുള്ള ഈ സമ്മർദ്ദം കൊണ്ട് തന്നെയായിരുന്നു എന്നുള്ളത് വ്യക്തവുമാണ്. അതിന് പിന്നാലെ ഹൈക്കോടതി അടക്കം അന്വേഷണ സംഘത്തെ വിമർശിക്കുകയും ചെയ്തതാണ്. പിന്നാലെയാണ് ഈ അന്വേഷണ സംഘം വിപുലീകരിക്കണമെന്നൊരാവശ്യവുമായി പ്രത്യേക അന്വേഷണ സംഘം തന്നെ കോടതിയെ സമീപിക്കുന്നതും കോടതി അതിന് അനുമതി നൽകുന്നതും. അതിന് പിന്നാലെയാണ് ഈ അനുമതി നൽകിയതിൻ്റെ പേരിലാണ് രണ്ട് ഉദ്യോഗസ്ഥരെ കൂടി, ഇൻസ്പെക്ടർ റാങ്കിലുള്ള രണ്ട് ഉദ്യോഗസ്ഥരെ കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഈ ഉദ്യോഗസ്ഥരെ പറ്റിയാണ് ആദ്യഘട്ടത്തിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നതും അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ ചർച്ചയായതും. പ്രത്യേകിച്ച് CPM നേതാക്കൾ അറസ്റ്റിലായിരിക്കുന്ന, CPM നേതാക്കൾ പ്രതികളായിട്ടുള്ള മുതിർന്ന പ്രധാനപ്പെട്ട CPM നേതാക്കൾക്കെതിരെ ഇപ്പോഴും ആരോപണം ഉയരുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ CPM-മായി അടുത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ എങ്ങനെ ഉൾപ്പെടുത്താൻ കഴിയുമെന്നൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഇപ്പോൾ ഇവരുടെ രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ചാണ് കൂടുതൽ വ്യക്തത വരുന്നത് എന്നുള്ളതാണ്. ഈ അന്വേഷണ സംഘത്തിൽ പുതിയതായി ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥരിൽ ഒരാൾക്ക് വളരെ അടുത്ത ബന്ധം CPM-ആയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന്, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥരെ പറ്റി നമുക്ക് വ്യക്തമാക്കുന്നത്. അതിലൊരാൾ ഈ CPM അനുഭവമുള്ള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം റൂറൽ ജില്ലാ മുൻ പ്രസിഡന്റാണ്. അതായത് ഒരു CPM-ൻ്റെ തന്നെ അനുകൂല സംഘടനയിൽ പോലീസിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഒരു ജില്ലാ തലത്തിൽ, ഒരു ഗ്രാമജില്ലാ തലത്തിലെ അധ്യക്ഷനായിരുന്ന ആളാണ്, ആ പദവിയിലിരുന്ന ആളാണ് അന്വേഷണ സംഘത്തിലേക്ക് വരുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അടുത്ത രാഷ്ട്രീയ ബന്ധങ്ങളുള്ള CPM-ൻ്റെ ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ഒരാളെ അന്വേഷണ സംഘത്തിലേക്ക് കൊണ്ടുവരാൻ ആസൂത്രിതമായ ഒരു ശ്രമം നടന്നു എന്നുള്ളൊരു സംശയം നമുക്ക് ഈ ഘട്ടത്തിൽ ജനിക്കുകയാണ്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇയാളുടെ രാഷ്ട്രീയ ബന്ധം വ്യക്തമായതോടുകൂടി ഇപ്പോൾ തൽക്കാലം ഈ അന്വേഷണ ചുമതലയിലേക്ക് കയറേണ്ട, അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമാകേണ്ട എന്നുള്ളൊരു നിർദ്ദേശം ഇയാൾക്ക് SIT-യുടെ മേധാവി ADGP H. വെങ്കടേഷ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി, ഇയാൾക്കും അത്യാവശ്യം ട്രാക്ക് റെക്കോർഡിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ്. നേരത്തെ കൊല്ലം ജില്ലയിൽ സൈനികനെ മർദ്ദിച്ച കേസിൽ സസ്പെൻഷൻ വാങ്ങിച്ചയാളാണ് രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ. അങ്ങനെ രണ്ട് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തുമ്പോഴും ആ രണ്ട് ഉദ്യോഗസ്ഥരുടെയും പിന്നിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഒരാൾക്ക് വ്യക്തമായ രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നുള്ളത് ഇപ്പോൾ പുറത്തായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരാൾക്ക് നേരത്തെ ഒരു സൈനികനെ മർദ്ദിച്ച കേസിൽ സസ്പെൻഷനിലായിരുന്ന ആളാണ് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുമ്പോൾ പുതിയതായി അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ച രണ്ടു പേരെയും ആസൂത്രിതമായി കൊണ്ടുവന്നതാണോ, ആസൂത്രിതമായി SIT-യിലേക്ക് ഉൾപ്പെടുത്തിയതാണോ CPM-ൻ്റെ ഇംഗിതങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി എന്നുള്ള സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവരുടെ പാസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ, ഇവരുടെ സർവീസുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ ഹൈക്കോടതി അത്രത്തോളം പരിശോധിച്ചിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല ഈ ഘട്ടത്തിൽ. കാരണം അന്വേഷണ സംഘം തന്നെയാണ് കൂടുതൽ വിപുലീകരിക്കണം അന്വേഷണ സംഘത്തിന് SIT എന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും വലിയ പരിശോധനകൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ഒരു അവസരം മുതലെടുത്ത് CPM അനുകൂലികളായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഈ അന്വേഷണത്തെ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമം ഒരു വട്ടം കൂടി നടന്നതായി നമ്മൾ സംശയിക്കണം. രാഖി.